തിരുവനന്തപുരം ചാക്കയിൽ നിന്നും കാണാതായി ചികിത്സയിൽ കഴിയുന്ന 2 വയസ്സുകാരിയെ SAT ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. കുട്ടിയെ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞ് ബന്ധുക്കൾ ആശുപത്രിയിലെത്തി ബഹളം വച്ചതിന് പിന്നാലെയാണ് ഡിസ്ചാർജ് ചെയ്തത്. കുട്ടിയെ അമ്മയ്ക്കൊപ്പം CWCയുടെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. ചാക്കയിൽ നിന്ന് കാണാതായ കുട്ടിയെ കണ്ടെത്തി 3 ദിവസം പിന്നിട്ടിട്ടും കുട്ടിയുടെ തിരോധാനത്തിന് പിന്നിൽ ആരാണെന്ന് ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അന്വേഷണം നടക്കുന്നതിനാൽ സംഭവത്തിൽ വ്യക്തത വരുന്നതുവരെ കുട്ടി തലസ്ഥാനത്ത് തുടരണമെന്നാണ് പോലീസിന്റെ നിർദ്ദേശം. ഇതിന്റെ ഭാഗമായാണ് കുട്ടിയെ ഒരാഴ്ച ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ വെക്കണമെന്ന് ആശുപത്രി അധികൃതരോട് പോലീസ് ആവശ്യപ്പെട്ടത്. എന്നാൽ കുട്ടിയെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് മാതാപിതാക്കൾ അടക്കമുള്ള ബന്ധുക്കൾ ആശുപത്രിയിലെത്തി ബഹളം വയ്ക്കുകയായിരുന്നു. पुलिस वाला लेके आया गाड़ी से, तो बेटा पुलिस स्टेशन में नहीं है, तो मेरा लड़की अभी आया उधर से, बोला कि बाबा मेरा घर वाले को लेके गया है। हमने तो खुद आने वाला था, वो भी हम पहले आया। कितने समय हो गया? अभी हुआ है, ये अभी 1 घंटा आधा घंटा के बीच। कहाँ से लेकर आए? उधर ही हाउसिंग बोर्ड से, उधर ही थे ना हम लोग, हाउसिंग बोर्ड से जिधर हम लोग को बच्चा रहते हैं उधर से लेके आया। ഇതിന് പിന്നാലെയാണ് കുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത് CWCയുടെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. കുട്ടികളെ സംബന്ധിച്ച ഒരു രേഖയും രക്ഷിതാക്കളുടെ കയ്യിലില്ല. കുട്ടിയുടെ DNA ഫലം ലഭിച്ചതിന് ശേഷം കുടുംബത്തോടൊപ്പം പറഞ്ഞുവിടുന്നത് ആലോചിക്കുമെന്നും ശിശുക്ഷേമ സമിതി ചെയർമാൻ പറഞ്ഞു. നമുക്ക് ബാക്കിയുള്ള ഇവരുടെ കുട്ടികളുടെ ഒരു രേഖയും ഇല്ലാത്തത് നമുക്ക് വല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കുന്നു. ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇന്ന് ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് അവർ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയിട്ടുള്ളത്. അതിൻ്റെ റിസൾട്ട് എത്ര ദിവസം എടുക്കും എന്നറിയില്ല, പക്ഷേ എന്നാലും ഒരു 2-3 ദിവസത്തിനുള്ളിൽ എടുക്കും. അത് ശരിയാണെന്നുണ്ടെങ്കിലും പിന്നെ നമുക്ക് കുട്ടികളെ പേരൻസിനോടൊപ്പം വിട്ടയക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതേ. അന്വേഷണത്തിന്റെ ഭാഗമായി കുട്ടിയെ വീണ്ടും കൗൺസിലിംഗ് നടത്തും. നിലവിൽ കുട്ടിയുടെ മറ്റു സഹോദരങ്ങൾ ശിശുക്ഷേമ സമിതിയിലാണ് കഴിയുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.